വ്യാജരേഖയിൽ ഗൂഢാലോചന നടത്തിയ പിതാക്കന്മാരെ തുറന്നുകാട്ടിയ ആലഞ്ചേരി പിതാവിന് സിനഡിൽ എന്ത് സംഭവിച്ചു? പാലായിൽ നടന്ന എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ശേഷം കാക്കനാട് നടന്ന മെത്രാൻ സിനഡിൽ വ്യാജരേഖ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ തെളിവുകൾ വെച്ച് സംസാരിക്കാൻ അവസരം തേടിയ ആലഞ്ചേരി പിതാവിനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സംസാരിക്കാൻ സഭാതലവൻ അനുവദിച്ചു. പോലീസ് ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച തെളിവുകൾ സിനഡിന്റെ മുമ്പിൽ സമർപ്പിച്ച ആലഞ്ചേരി പിതാവ് വ്യക്തമായി സിനഡിലെ രണ്ട് പിതാക്കന്മാർ വ്യാജരേഖയുടെ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്ന് രേഖകൾ പറയുന്നതായി കാണിച്ചു. എന്നാൽ ആരോപിക്കപ്പെട്ട രണ്ട് മെത്രാന്മാരും ഇത് കൃത്യമായി നിഷേധിച്ചു. ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഈ ഡോക്യുമെന്ററികൾക്കുള്ള മറുപടി മുൻകൂട്ടി തയ്യാറാക്കിയും പ്രത്യേക ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തുമാണ് ഇതിലൊരു മെത്രാൻ വന്നിരുന്നത്. തന്റെ ഗ്രീറ്റിംഗ് മെസ്സേജ് വ്യാജരേഖയ്ക്കല്ല മറ്റൊരു കാര്യത്തിനാണെന്ന് അദ്ദേഹം വാദിച്ചു. വ്യാജരേഖകളുടെ തമ്പുരാക്കന്മാർക്ക് വെറും ഒരു സ്ക്രീൻഷോട്ട് കണ്ടാൽ അത് ഒറിജിനൽ രേഖയാണെന്ന് വാദിക്കുന്ന മണ്ടന്മാരെ വിശ്വസിപ്പിക്കുവാൻ ഒരു പാടുമുണ്ടായില്ല. കോടതിയിൽ നിൽക്കുന്ന കേസായതിനാൽ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മറ്റേ മെത്രാനും തടി ഉയരി. കോഴി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ വ്യാജരേഖ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു മെത്രാൻ ഇനിയും നിർത്താറായിട്ടില്ലേ എന്ന് ആലഞ്ചേരി പിതാവിനെ നോക്കി പരിഹസിച്ച് ചോദിച്ചു. സിനഡിലെ മറ്റു വിപ്ലവ സിംഹങ്ങളും അലറിപ്പറഞ്ഞു, ആലഞ്ചേരി പിതാവെ ഇവിടെ നിർത്തിക്കോണം തന്റെ കുത്തിത്തിരിപ്പ്. വ്യാജരേഖയിലെ ഗൂഢാലോചന പ്രതികളുടെ പിഞ്ചുമനം വേദനിപ്പിച്ചപ്പോൾ സിനഡ് പിതാക്കന്മാർ കുണ്ഠിതപ്പെട്ട് ഒറ്റക്കെട്ടായി. കേസെടുക്കുകയല്ലേ, അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് സിനഡ് തീരുമാനിച്ചു. മുൻ സഭാതലവനായിരുന്ന വൃദ്ധന്റെ ജൽപ്പനം ചർച്ച ചെയ്ത് സമയം കളയുവാൻ സമ്മേളനം വിനിയോഗിക്കേണ്ടതില്ല എന്ന് അതിബുദ്ധികളും നീചബുദ്ധികളും ഒന്നിച്ചു തീരുമാനിച്ചു. പ്രായമായവരെ ഒരു ബാധ്യതയായി കരുതുന്നവരെ പോലെ സീറോ മലബാർ സഭ മെത്രാൻ സിനഡ് സീറോ മലബാർ സഭയുടെ എക്കാലത്തെയും പ്രഗത്ഭനായ സഭാതലവനെ തള്ളിക്കളഞ്ഞു. നീറുന്ന കനലുകൾ ഉള്ളിലേറ്റി ആ വൃദ്ധ പിതാവ് സിനഡിനോട് വിട പറഞ്ഞു. സഭാമക്കളുടെ സുരക്ഷിത വലയത്തിലേക്ക് അദ്ദേഹം മടങ്ങി.